ജയഭാരതി ഇന്ന് എത്തിയിട്ടുണ്ടോ? ഇത് ഭയങ്കര പാവം പയ്യനാണല്ലോ. ഇവനെയാണ് അടിച്ചേ കൊള്ളാം. ഇപ്പൊ പെണ്ണുങ്ങളൊന്നും ശരിയല്ല. എന്ത് ഒന്നും പറയാനില്ലേ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യാം. ഞാൻ ഒരു കൗൺസിലിംഗ് എഴുതി തരാം. എന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓക്കെ ആണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഇത് മുന്നോട്ട് കൊണ്ടുപോകണയാണ് നല്ലത് ഇല്ലേ? എന്ത് ഓക്കെ അല്ലേ രാജേഷ്? ഞാൻ ഇയാളുടെ കൂടെ പോവില്ല. പോകൂലേ? അത് പോകാത്ത നിങ്ങൾക്ക് ഇയാളുടെ കൂടെ പോകാനും പറ്റൂല, ഡൈവേഴ്സും കൊടുക്കൂല, 24 മണിക്കൂർ ഇയാളെ എടുത്തിട്ട് ഇടിക്കുകയും ചെയ്യും. ഇതെന്തോന്നാ ഇത്? എന്തോന്ന് ലോകം? ഇയാൾക്കൊരു ജീവിതം വേണ്ടേ? ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ രണ്ടും പറ്റൂല എന്നുള്ള ഇവിടെ നടക്കൂല. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പാവം തോന്നൂലേ? ഡിവോഴ്സ് ചെയ്യാൻ എടുത്ത തീരുമാനം ഇയാൾ മാത്രം എടുത്താണ്, ഞാൻ എടുത്തല്ല മാഡം. അതെന്താ നിങ്ങൾ തീരുമാനിക്കാത്ത? ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതെന്താ ജയഭാരതി അറിയിച്ചില്ലേ? അല്ല, ഞാൻ നോട്ടീസ് ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരു കാര്യം പോലും എന്നോട് ചോദിച്ചിട്ടല്ല തീരുമാനിക്കും. എനിക്കൊരു അഭിപ്രായമില്ല. അതെന്താ ജയഭാരതി എടുത്ത് ചോദിക്കാത്ത? എന്ത് ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്തിന് ഒരു സംസാരിക്കുന്ന കണ്ടില്ലേ? ഇരി എവിടെ? ആ പറ രാജ്, എന്താ ജയഭാരതിയോടൊന്നും ചോദിക്കാത്ത? അവരുടെ അഭിപ്രായം കൂടെ അറിയണ്ടേ? അവളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മാഡം. ഓഹോ, സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുമല്ലേ? എത്ര വരെ കൊടുക്കും? ആവശ്യത്തിന്. നീ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് വേണോ അവർക്ക് കിട്ടാൻ? അതല്ല മാഡം, അവളങ്ങനെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. ആണോ ജയഭാരതി? എന്നോട് എന്തെങ്കിലും ചോദിച്ചാലല്ലേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റൂ. ആ അത് പിന്നെ എന്റെ ജോലിയുടെ തിരക്കിന്റെ ഇടയിൽ അങ്ങനെ സ്നേഹത്തോടെ പെരുമാറാനും സംസാരിക്കാനൊന്നും സമയം കിട്ടാറില്ല. എനിക്കും ഇപ്പൊ ജോലി ഉണ്ടല്ലോ, എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ സമയം കിട്ടാറുണ്ട്. ഇത് അതുപോലല്ല, നല്ല തിരക്കാണ്. ഓ. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ കുറച്ച് ദേഷ്യമൊക്കെ വന്നൊക്കെ ഇരിക്കും. എനിക്ക് നല്ല തിരക്കുണ്ട്. ഈ പറയുന്ന ദേഷ്യമൊന്നും എനിക്ക് ആരോടും തോന്നില്ല. ഓ തിരക്ക്. നീ ആ തയ്യൽ മെഷീനിൽ നിന്ന് തയ്ച്ചുണ്ടാക്കുന്ന പോലെ അല്ല ഇത്. ഓ പിന്നെ കോഴി ഫാമിൽ കോഴിയുടെ ഇടയ്ക്ക് അഴുക്കിന്റെ ഇടയ്ക്ക് കിടന്നാണ് പണിയെടുക്കുന്നത്. നിങ്ങൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തോ അറിയാം? ചുമ്മാ ഇരുന്ന് കുറച്ച് ചോറും കറിയും വെച്ച് ഉണ്ടാക്കിയാ പോരെ. പുറത്ത് പണിയെടുക്കുന്ന ആണുങ്ങളെ കഷ്ടപ്പെടാൻ നിങ്ങളും എല്ലാം അറിയുന്നുണ്ട്. രാജേ, എന്താ 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 നിന്നെ കൊണ്ട് എടുക്കാൻ പോകാത്ത കാര്യം ഇവിടെ പറയണ്ട, സൂക്ഷിച്ച് സംസാരിക്കണം. നീ പറവച്ച അടിയും ദേഷ്യവും മാത്രമല്ല, മര്യാദയ്ക്ക് സംസാരിക്കാൻ കൂടെ അറിഞ്ഞൂടാ. ഒരു 5 മിനിറ്റ് എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആ സംസാരിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം. പെണ്ണ് കാണാൻ വന്നു. നമ്മൾ 24 മണിക്കൂറും പെണ്ണുങ്ങളോട് സംസാരിച്ച് സൊള്ളിക്കൊണ്ടിരിക്കുന്നല്ല, നമുക്ക് വേറെ പണിയുണ്ട്. കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ അങ്ങനെയാണ്. കുടുംബത്തിൽ പറഞ്ഞവരാ എന്നുവെച്ചാ ബാക്കിയുള്ളവരാരും കുടുംബത്തിൽ പറഞ്ഞവരല്ലേ? ഈ രാഴ്ച വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ വെച്ചാ? ആ ഇങ്ങനെയൊക്കെ തന്നെ. സ്വന്തം ചേച്ചിക്ക് തടി കൂടുന്നത് ഫുഡ് കഴിച്ചിട്ടാണെന്നാ ഇപ്പോഴും വിചാരിച്ചിരിക്കും. ഹോർമോൺ ചേഞ്ച് കൊണ്ടാന്ന് ഇതുവരെ മനസ്സിലായിട്ട്. രാജ്, ഒരു കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് അറിയാമോ? അനുസരണ, ആ പിന്നെ പാചകം, ഓ എന്നിട്ട് കൈപ്പുണ്യം. കുടുംബത്തിൽ പറഞ്ഞവന് നിനക്ക് കിട്ടിയൊന്നും പോരെ, ചുമ്മാ അവളെ എടുത്തിട്ടിരിക്കുന്നത്. പറഞ്ഞു കൊടുക്കണ ആരത്? എന്റെ അണ്ണൻ. അണ്ണനാ? അണ്ണാന്ന് എഴുന്നേറ്റാണ് നോക്കട്ടെ. ആ നിങ്ങളല്ലേ അത് ഡൈവോഴ്സിന് പെണ്ണുപിള്ളയുടെ കാലം പിടിച്ചു കിടന്ന് കറഞ്ഞത്? സുഖതന്നെ? ആ ശരി, എന്ന അണ്ണൻ പറ. ഒരു കുടുംബ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്? സംസ്കാരം, ഭക്തി, കുട്ടികൾ. ആ കൊള്ളാം. അതൊന്നും അല്ല, നീതി, സമത്വം, സ്വാതന്ത്ര്യം. ഇത് 3 സ്ത്രീക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 3 കാര്യങ്ങൾ. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യും, നീ ഒരു പേപ്പർ 1000 പ്രാവശ്യം എഴുതിക്കൊണ്ടോ. ചെല്ലു. ആ നീയല്ല, നീ അണ്ണേ എഴുതിക്കൊണ്ടോ. വെറുതെ പണി കൊടുക്കണം. ദൈവത്തിന്റെ കോടതി ഉണ്ടല്ലോ. നിനക്കെന്താ പറയാനുള്ള? എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കണം. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടെ ഡിവോഴ്സ് വേണോ വേണ്ടയോ എന്ന് ആദ്യം പോയി തീരുമാനം, എന്നിട്ട് ഇങ്ങ് വാ.